ഹായ് ഹലോ, ഇന്ന് നമുക്കൊരു ബീഫ് കറിയുടെ റെസിപ്പി നോക്കാം. സവോള ഇത് വലിയ സവോളയാണ്. വലിയ സവോള ഒരു 3 വേണം. പിന്നെ 4 പച്ചമുളക് വേണം. പിന്നെ ഒരു 10-20 ചെറിയുള്ളി, ഇഞ്ചി വെളുത്തുള്ളി. നമ്മുടെ ബീഫിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടാം, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഓയിൽ, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കൊച്ചുള്ളി ഇടാം. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. പിന്നെ ഒരു 2 കറിവേപ്പിലയും കൂടെ ഇടാം. തണ്ടും കൂടി ഇട്ടേക്കാം, തണ്ടും നല്ലതാണ്. ഒരു 1/4 ഗ്ലാസ് വെള്ളമോടെ ഒഴിക്കാം. വെള്ളം വലിയ നിർബന്ധമൊന്നുമില്ല, കാരണം ബീഫിനകത്ത് ആവശ്യത്തിന് വെള്ളം ഉണ്ട്. വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഗ്രേവിക്കുള്ളത് പ്രിപ്പയർ ചെയ്യാം. അതൊക്കെ ഗ്യാസ് വെച്ച് കത്തിച്ചിട്ട് പാത്രം വെക്കാം. പാത്രം നന്നായിട്ട് ഇനി ചൂടാവട്ടെ. പാത്രം നന്നായിട്ട് കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. അതുമാകുമ്പോൾ നമുക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അത് കഴിയുമ്പോൾ ഇത് പട്ട, ഗ്രാമ്പു ഒക്കെയാണ്. ഇത് എല്ലാം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. സവോളയും പച്ചമുളകുമാണ് ഫുള്ളങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. സവോളയൊക്കെ നന്നായിട്ടിടണം, എന്നാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് ചെറിയുള്ളിയും കൂടെ ആഡ് ചെയ്യാം അതിനകത്തോട്ട്. ചെറിയുള്ളി എത്ര എടുക്കുന്നോ അത്രയും നല്ലതാണ്. നമ്മൾ അതിൽ ഉപ്പിട്ടിട്ടുണ്ട്, എന്നാലും ഇതൊന്ന് വയറാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റാം, കാരണം കാശ്മീരി ചില്ലിക്ക് നല്ലതായിട്ട് കുത്തലുള്ളതാണ്. അപ്പോഴത്തേക്കും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മീറ്റ് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷനിൽ എല്ലാവരുടെ ഇഷ്ടം പോലെ. ഞാനിവിടെ ഒരു 1.25 ടീസ്പൂണ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗരം മസാല ഇട്ടതാണ്, അപ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടെ ഗരം മസാല ഇടാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി ഇടണ്ട, അങ്ങനെ ഒത്തിരി ഇട്ടാൽ ഭയങ്കരമായിട്ട് എരിവ് വരും. എരിവ് ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല, ഇട്ടോളൂ. ഈ മീറ്റ് മസാല ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അത് ഇടുന്നത്. അതുകൊണ്ടാണ് ഞാൻ മീറ്റ് മസാല യൂസ് ചെയ്തത്. വേണ്ടാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്ത് പോവാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. സോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീഫ് ഇതാണ്ട് റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇത് നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് ഇടാം. ഇതിൽ വെള്ളമുണ്ട്, അപ്പം നോക്കിയിട്ട് മാത്രമേ വെള്ളം നമ്മൾ വേറെ ആഡ് ചെയ്യാവുള്ളൂ.
കാരണം ഓൾറെഡി ഇത് ബീഫ് തിളച്ച വെള്ളമാണ്. അപ്പോൾ ബീഫിൻ്റെ എല്ലാം തന്നെ അതിലേക്ക് നന്നായിട്ട് ഇറങ്ങിക്കാണും. അപ്പോൾ ആ വെള്ളം തന്നെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ വെള്ളം കുറവാണെന്ന് തോന്നിയാൽ മാത്രം കുറച്ച് വെള്ളം നമ്മൾ ആഡ് ചെയ്താൽ മതി. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ 7 വിസിലാണ് അടുപ്പിച്ചത്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞാൽ ഓരോ ബീഫിൻ്റെ വേവിനനുസരിച്ച് വിസിലിന് വ്യത്യാസം ഉണ്ടാവും. ഇതിപ്പോൾ ആവശ്യത്തിന് ഇച്ചിരി വെള്ളമുണ്ട്. നമുക്ക് കുറച്ചുകൂടി വെള്ളം വേണ്ടി വരും. ഒഴിക്കുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. തിളപ്പിച്ച വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ. അതാണ് ഏറ്റവും നല്ലത്. പച്ചവെള്ളം ഡയറക്റ്റ് ഒഴിക്കുന്നതിൽ അതിലും നല്ലതാണ് തിളപ്പിച്ച വെള്ളം നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ അന്നേരം നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ. നമ്മുടെ ബീഫ് തിളച്ചിട്ടുണ്ട്. നമുക്കിച്ചിരി വെള്ളവും കൂടി വേണം. ഒത്തിരി വേണ്ട, ഒരു ലേശം വെള്ളം കൂടെ ഒഴിക്കുക. ഉപ്പൊക്കെ കറക്റ്റാണ്, പാകത്തിനുള്ള ഉപ്പാണ് ഞാൻ ഇട്ടേക്കുന്നത്. നമുക്ക് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിക്കുക. ഒത്തിരി വേണ്ട, ലേശം വെള്ളം മതി കേട്ടോ. ഇതാണ്ട് ഇത്ര വെള്ളം മതി. ഓവറായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം ഒഴിച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇത് ഈ കറി ആകുമ്പോഴത്തേക്ക് ഇരുന്ന് കുറുകി പോകുമ്പോൾ പിന്നെ അത് ഒട്ടും ഇല്ലാണ്ട് വരും. അതുകൊണ്ടാണ് ഇച്ചിരി വെള്ളം ഞാൻ ആഡ് ചെയ്തത്. ഓൾറെഡി ബീഫിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു. ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ആഡ് ചെയ്താൽ മതിയാവും. നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നുകൂടെ നന്നായിട്ട് തിളക്കട്ടെ. ഈ ബീഫ് ഇതിനകത്ത് കിടന്ന് ഒന്നും കൂടെ നന്നായിട്ട് എല്ലാം ഇതിൻ്റെ ഗ്രേവി കംപ്ലീറ്റ് ഇതിലേക്ക് പിടിക്കണം. പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് നേരം ഇത് വെക്കേണ്ടതുണ്ട്. ഒന്ന് ഇതായിക്കോട്ടെ, തിളച്ചോട്ടെ നന്നായിട്ട്. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് നമ്മുടെ ബീഫ് തിളയ്ക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് കൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതിൻ്റെ മണ്ടയിലോട്ട് കറിവേപ്പില വെച്ച് കൊടുക്കാം. ഐ തിങ്ക് തണ്ടായിട്ട് തന്നെ കറിവേപ്പില എടുക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. കാരണം കറിവേപ്പില ഇടുന്ന എന്തുകൊണ്ടും നല്ലതാണ്. നല്ലൊരു കറിവേപ്പിലയുടെ ഒരു മണവും ഒക്കെ നമ്മുടെ കറിക്കകത്ത് കിട്ടും. അപ്പം ഇങ്ങനെ കറിവേപ്പില അങ്ങ് നിരത്തി അങ്ങ് വെക്കണം. നന്നായിട്ട് തിളച്ചു. തീച്ചിരി ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഓൾറെഡി നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തതാണ്. അപ്പം ജസ്റ്റ് ഒന്ന് ഗ്രേവി അതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഇത് നമുക്കിനി മൂടി വെച്ച് ഒരു 10-20 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്വാദിഷ്ടമായ ബീഫ് കറി ഇവിടെ റെഡിയാവും. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാം. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. കറിവേപ്പിലയെല്ലാം നന്നായിട്ട് ആവി തട്ടിയിട്ട് നന്നായിട്ട് വാടിക്കിടപ്പുണ്ട് അതിനകത്ത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇത് നന്നായിട്ട് കറിക്കകത്തോട്ട് ഇറങ്ങും. കുറച്ച് നേരം അവിടെ കഴിയട്ടെ. നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. നമ്മുടെ കറി അന്നത്തേക്ക് റെഡിയാവും. ഇത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ മേലിട്ടിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പോൾ കറിവേപ്പിലയുടെ ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് തന്നെ കറിക്കകത്തുണ്ട്. നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇടാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി മതി. ഒന്ന് വിതറി ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം.
ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ അങ്ങോട്ട് കഴിച്ചാൽ മതി. തീർന്നു.